കാര്യം ചെയ്യും, കുറച്ച് ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പോയി നിൽക്കാം നമുക്ക്. ഇല്ലമ്മേ, ഞാൻ എങ്ങോട്ടും ഇല്ല. എടി നീ അമ്മ പറയുന്നൊന്ന് കേക്ക്. കുറച്ച് ദിവസം നീ ഒന്ന് നാട്ടിൽ പോയി നിൽക്ക്. അപ്പോഴേക്കും നിന്റെ മൈൻഡ് സെറ്റ് ആവും. ഇരുന്നു, എല്ലാം ശരിയാവും. ഇന്നലെ വൈകിട്ട് എത്തി. അതെ, അറിയാലോ ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം. വന്നാ തന്നെ വലിയ കാര്യമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് നാടൊന്നും വേണ്ട. മനസ്സാകെ ചഞ്ചലപ്പെട്ടിരിക്കാണല്ലോ. ആ, കുറച്ച് പ്രശ്നമുണ്ട് തിരുമേനി, പറയാം. ഞാൻ വീട്ടിലൊരു പൂജയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്തായാലും മോളിപ്പോൾ വീട്ടിലുണ്ടല്ലോ, ആ പൂജ ഒന്ന് ചെയ്യണം, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. പൂജയ്ക്ക് നേരമായി, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ശരി. ആടി, ഞാൻ വീട്ടിലെത്തി. അമ്മേ, ഞാനും അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. പൂജാരി എന്തോ പൂജയും വഴിപാടും ഒക്കെ നാളെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ ഓക്കെ ആവുന്നാ പറയുന്നത്. അവിടെ എന്താ പരിപാടി? ദേ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ശരി. നീ വരുന്നുണ്ടോ ഇങ്ങോട്ട്? ആ, ദേ വരുന്നമ്മേ. മര്യാദയ്ക്ക് ഫോൺ ചെയ്യാൻ സമ്മതിക്കല്ല. മാനസം വാപരാധം ശാന്തി 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 ജലേസ്മിൻ സന്നിധിം കുരു ശ്രവണനയനജം വാ
വീടിൻ്റെ 4 ഭാഗത്തും ഒന്ന് കുഴിച്ചിടണം. എല്ലാ ദോഷങ്ങളും മാറും. ശരി തിരുമേനി. ആ അല്ല, ഇതാര് നേരത്തെ വന്നോ? അവിടെ നിന്ന് എൻ്റെ പണി പോവും. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഏയ്, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. നീ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ നിന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ പറഞ്ഞ ശരിയാ. ഇവിടെ നിന്ന് മാറി ഇന്നപ്പോൾ ഒരാശ്വാസമുണ്ട്. ആ ആശ്വാസം ഇനി പോവോ എന്തോ. എടി, ഇതൊക്കെ നിന്റെ വെറും തോന്നല. ഇതൊക്കെ കഴിഞ്ഞു എന്ന് നീ അങ്ങ് വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ സമയായി, ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് ഇറങ്ങ്, ഞാൻ ആ, പോവാം. ശരിയാണ്. നീ എന്തായാലും വരുന്നില്ലല്ലോ. ആടി. അടി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ടേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. വൈകിട്ട് കാണേ. നിനക്ക് ഞാൻ ആരാണെന്നറിയണം. ഞാൻ പറയാം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ സേറ എലിസബത്ത്. എലിസബത്ത് എൻ്റെ സിസ്റ്ററാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് കാണാൻ ഞങ്ങൾ കേരളത്തിൽ എത്തിയതായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ നടക്കാനിറങ്ങി. കുറച്ചധികം നേരം എന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് അവരിൽ നിന്നും മാറാൻ ശ്രമിച്ച എന്നെ അവർ കാറിലേക്ക് വലിച്ചു കയറ്റി. പോകുന്ന വഴി ഉടനീളം അവർ എന്നെ കാറിൽ വെച്ച് മൃഗീയമായി മർദ്ദിച്ചു. കുറച്ചു കഴിഞ്ഞ് എത്തിപ്പെട്ട എവിടെയെന്നറിയാത്തൊരു സ്ഥലത്തായിരുന്നു. അവിടെ വെച്ച് അവർ 3 പേരും എന്നെ ജീവൻ നഷ്ടപ്പെട്ട എന്നെ അവർ അവിടെ തന്നെ കുഴിച്ചു മൂടി. കാണാതായ എന്നെ കാത്ത് എൻ്റെ അനുജത്തി എലിസബത്ത് ഇപ്പോഴും എനിക്കായി കാത്തിരിക്കുന്നുണ്ട്. ഈ ലോകത്തെ അറിയിക്കണം ഞാൻ ഇന്ന് ജീവനോടെ ഇല്ല എന്ന്. അതിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും വേണം. അതിന് നീ എന്നെ സഹായിക്കണം. I need your help for that. ആ എന്താ മോളെ? ചേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാൻ. വാടകയുടെ കാര്യമാണെങ്കിൽ ഒരു രക്ഷയില്ല മോളെ, കുറയ്ക്കത്തില്ല. അയ്യോ ചേട്ടാ, അതൊന്നും അല്ല. വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങളുടെ വീട്ടിൽ മുന്നേ ആരാ താമസിച്ചിരുന്നേ? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ല ചേട്ടാ, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. മോളെ, ഞാൻ ഒരുപാട് പേർക്ക് വാടക കൊടുക്കുമായിരുന്നു, പ്രത്യേകിച്ച് വിദേശികൾക്ക്. മോക്കറിയാലോ, തൊട്ടടുത്തേക്ക് ആയുർവേദിക് സെൻ്റർ ഉള്ളതാ. കുറച്ച് ചിക്കിളി തടയുന്ന കേസാ. അതുകൊണ്ടാണ് വീട് വിദേശികൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു 6-7 മാസം മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന 2 സഹോദരിമാർക്ക് ഞാൻ വീട് കൊടുത്തായിരുന്നു. അതിലൊരുത്തി രാവിലെ നടക്കാൻ ഇറങ്ങിയായിരുന്നു. പിന്നെ അവൾ തിരിച്ച് വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ പേരിൽ കേസായി, കോടതിയായി, വേണ്ട പുകിലായി. അതോടെ ഞാൻ പരിപാടി അങ്ങ് നിർത്തി.
പിന്നെ നിങ്ങളെപ്പോലുള്ള മല്ലൂസിന് മാത്രമേ വീട് വാടകയ്ക്ക് കൊടുക്കാറുള്ളൂ. ചേട്ടാ അവരുടെ പേരോ കോണ്ടാക്റ്റോ എന്തെങ്കിലും കിട്ടാൻ വല്ല വഴിയുണ്ടോ? ആവശ്യമില്ലാത്ത പണിക്ക് പോണോ മോളെ? ഇതിന്റെ പേരിൽ ചേട്ടന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു കാര്യം ചെയ്യ്, മോൾ ഇവിടെ നിൽക്കി. ആ ശരി ഏട്ടാ. ഇത് നോക്കിയേ, അന്ന് വന്ന വാർത്തയാ. നമ്മുടെ നാടല്ലേ, ചെറിയ കോളത്തിൽ അങ്ങ് നോക്കി. നീ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? എന്തിനായിരിക്കും ആത്മാവ് എന്നെ തന്നെ സംഭവിക്കുന്നത്? അതൊക്കെ പിന്നെ ആലോചിക്കാം. പിടി, എനിക്ക് വാ പോവാം. എടി ഇങ്ങ് വന്നേ. എനിക്കും കാണണം. എനിക്കും. എന്തടി? ഇതൊന്ന് നോക്കിയേ. വിഷ്ണു 27 വയസ്സ്, ആദരാഞ്ജലി. അതല്ല, ഇതൊന്ന് നോക്കിയേ. JK ട്രേഡേഴ്സ് ആൻഡ് ഫാം. ഇത് ഞാൻ എവിടെയോ നല്ല പരിചയമുണ്ട് എനിക്ക്. ഞാൻ എപ്പോഴും കാണുമെന്ന് പറയുന്നില്ലേ സ്വപ്നം, അതിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. നമുക്കിത് കണ്ടുപിടിക്കണം. ഞാൻ കണ്ട സ്വപ്നവും ഇതും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. എടി, JK ട്രേഡേഴ്സ് ആൻഡ് ഫാം എന്ന് മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് നീ പറയുന്നത്? ഒരു ഐഡിയ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. JK ട്രേഡേഴ്സ്. ഒന്നിലും ഇല്ലടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടി, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഉണ്ടോ നോക്കി. അങ്ങനെ എന്തെങ്കിലും പേജ് കാണുന്നുണ്ടോ നോക്കി. ഒന്നിലില്ലല്ലോ. എടി, നമുക്ക് വിഷ്ണുവിന്റെ അഡ്രസ്സ് തപ്പിയാലോ? നിനക്ക് ഭ്രാന്താണോ ആവശ്യമില്ലാതെ അവന്റെ അഡ്രസ്സൊക്കെ കണ്ടെത്തി പോകാൻ വേണ്ടി? നമുക്ക് അവിടെ പോയി എന്തെങ്കിലും വിവരം കിട്ടിയാലോ ഫാമിലിയെ കുറിച്ച്? ഇവക്ക് വട്ടാടി, ഓരോ വള്ളി കേസെടുത്ത് തലയെ വെക്കാൻ. എന്തായാലും അവിടെ പോയാൽ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റും. ബ്രോ, ഈ വിഷ്ണുവിൻ്റെ വീട് എവിടെയാണെന്ന് അറിയാമോ? ബാവുച്ചേട്ടൻ അതിവിടെ നേരെ പോയിട്ട് റൈറ്റിലോട്ട്. ഓക്കെ ശരി. ഹലോ ആളല്ലേ? ഹലോ ഹലോ ചേട്ടാ,
ആരാ അത്? എടി അപ്പുറത്താണെന്ന് തോന്നുന്നു. ആരാ? എന്താ വേണ്ടേ? അങ്കിൾ, ഞങ്ങൾ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സാണ്. വിഷ്ണു മരിച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്കിൾ, അവൻ എന്താ പറ്റിയത്? നിങ്ങളെ പോലെ തന്നെ എൻ്റെ മോനും 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ 3 പേരും കൂടെ ചേർന്നു എന്തോ പന്നി ഫോമോ അങ്ങനെ എന്തോ ഒരു ബിസിനസ് പ്ലാൻ ചെയ്തു. അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. എല്ലാവരും ഷെയർ ഇട്ടപ്പോൾ എൻ്റെ മകന് വേണ്ടി എനിക്കുള്ളതെല്ലാം ഞാനും കൊടുത്തു. കിട്ടിയ കാശ് കൊണ്ട് വസ്തുവും വാങ്ങി അവർ പണിയും തുടങ്ങി. പിന്നെ അവർ തമ്മിൽ എന്തോ വാക്ക് തർക്കങ്ങളുണ്ടായി. എൻ്റെ ബോൾ കയറി അങ്ങ് തൂങ്ങി. അവരൊക്കെ വലിയ ആൾക്കാർ എല്ലാം പോയി. അയ്യോ അങ്കിൾ, കരയല്ലേ? അങ്കിൾ, ഈ ഫാം ഹൗസ് എവിടെയാണെന്ന് അറിയാമോ? എന്തിനാ മോളെ? അല്ലെങ്കിലേ, ആ ഫാം ഹൗസ് വിഷ്ണുവിൻ്റെ വലിയൊരു ആഗ്രഹമല്ലായിരുന്നോ? നമുക്കൊന്ന് കാണാനായിട്ട്. എന്തിനാ മോളെ അങ്ങോട്ട് പോകുന്നത്? പൊതുവെ കേസും വഴക്കുമായിട്ട് കിടക്കുക. പിന്നെ മറ്റുള്ള 2 പേർ അവരറിഞ്ഞാൽ വേണ്ട പ്രശ്നമാവും. വേണ്ട മോളെ. ഇല്ലെങ്കിലേ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട്. മോളെ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാൽ കുറച്ചുള്ളിലോട്ട്. അതല്ലേ ഗോഡോ? നീ വാ 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 പോയി നോക്കാം. എടി, ഈ മാല ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. നിക്ക് ഒരു സെക്കൻഡ്. ഇത് നോക്കിയേ, ഇത് സേരയുടെ അക്കൗണ്ടാണ്. ഇതിൽ ഈ ഫോട്ടോ നോക്കിയേ, ഇത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന. ശരിയാണല്ലോ, അതെങ്ങനെ ഇവിടെ വന്നു? സേര അവിടെ തന്നെ ഉണ്ട്. മാറിക്കേ. എടി, അവളിത് എന്തോ കാണിക്കുന്നേ? എന്തോ കാണിക്കുന്നേ? നമുക്കിനി ഇവിടെ നിൽക്കേണ്ട. തന്നെ
എടി എൻ്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല. എടി എന്നാലും സ്കെൽട്ടൺ ആരുടെ ആയിരിക്കും? സേറാ. സേറയോ? നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്, അത് സേറ തന്നെയാ. അപ്പൊ നീ പറയണ സേറ മരിച്ചെന്നോ? ഇത് സേറയുടെ മാലയാണ്. സേറ എലിസബത്ത്. എലിസബത്ത്? അവർ ട്വിൻ സിസ്റ്റേഴ്സ് ആയിരുന്നു. ചെറുപ്പകാലം മുതൽ അനാഥരായ അവർക്ക് സേറയ്ക്ക് എലിസബത്തും എലിസബത്തിന് സേറയുമായിരുന്നു ലോകം. സേറയുടെ എല്ലാ പിറന്നാളിനും എലിസബത്ത് അവൾക്കൊരു പിറന്നാൾ സമ്മാനം കൊടുക്കുമായിരുന്നു. അതിലൊന്നാണിത്. അതെങ്ങനെ നിനക്കറിയാം? ഞാനിത് കണ്ടിട്ടുണ്ട് അവളുടെ ഇൻസ്റ്റ ഐഡിയിലും പിന്നെ ഞാൻ കണ്ട സ്വപ്നത്തിലും. ഇതുവരെ എൻ്റെ സ്വപ്നത്തിൽ കണ്ടതെല്ലാം റിയലായിരുന്നു. സേറ നമ്മളെ വിഷ്ണുവിൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഫാം ഹൗസ് കാണിച്ചിട്ടാണെങ്കിൽ, ഈ മാല നമുക്ക് തന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവളുടെ മരണത്തിന് പിന്നിലും വിഷ്ണുവും ഫ്രണ്ട്സുമാണ്. എടി നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? ഒരു തെളിവില്ലാതെ ഓരോന്ന് വിളിച്ച് പറയല്ലേ. ഡേ നമ്മുടെ കയ്യിൽ നിൽക്കൂലടി ഇത്. പോലീസിനെ അറിയിക്കാടി. ഞാനൊരു കാര്യം പറയാം. ഇത് നമുക്ക് പോലീസിൽ അറിയിക്കാം. അതാണ് നല്ലത്. അവരത് അന്വേഷിക്കട്ടെ. എടി ഇതേതായി